പ്രതിപക്ഷത്തെ എങ്ങനെ വിമർശിക്കാൻ പിണറായി പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ച മനുഷ്യൻ അല്ലെ, ഇയാൾക്ക് എന്തെങ്കിലും ഒരു അഴിമതിയെ കുറിച്ച് ഇയാൾക്ക് മിണ്ടാൻ പറ്റും? അഴിമതിയുടെ ഉസ്താദാണ് മൂപ്പര് അഴിമതിയുടെ, കള്ളത്തരത്തിന്റെ, വെട്ടിപ്പിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും ഉസ്താദ് മൂപ്പരാണ്. ഈ മൂപ്പര് പിന്നെ എങ്ങനെയാണ് വി ഡി സതീശന്റെ ഈ സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, വി ഡി സതീശന്റെ സർക്കാർ ഇപ്പൊ വില വർധനവ് അല്ലെങ്കിൽ അതിന് സഹായകമായ രീതിയിൽ നികുതി വർദ്ധിപ്പിച്ചു, അങ്ങനെ ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകാണല്ലോ, ആദ്യത്തെ ബഡ്ജറ്റ് വരാൻ പോകുന്നു. ആ ബഡ്ജറ്റിൽ ഒരു പക്ഷേ നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിണറായിക്ക് മിണ്ടാൻ പറ്റുമോ? പിണറായി വർദ്ധിപ്പിച്ച അത്രയും നികുതി ഈ കേരളത്തിൽ ഒരു സർക്കാരും വർദ്ധിപ്പിച്ചില്ല. ജനത്തിനെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ, ജനത്തിനെ കൊള്ളയടിക്കുന്ന രീതിയിൽ നികുതി വർദ്ധിപ്പിച്ച ആളാണ് പിണറായി. മിണ്ടാൻ പറ്റില്ല. വിലക്കയറ്റത്തെ കുറിച്ച് മിണ്ടാൻ പറ്റുമോ പിണറായിക്ക്? ഇല്ല. കാരണം മൂപ്പരകാലത്താണ് ഏറ്റവും വലിയ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വില കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ഇയാൾക്ക് മിണ്ടാൻ പറ്റൂല. ഇനി അഴിമതിയെ പറ്റി ഇയാൾക്ക് മിണ്ടാൻ പറ്റുമോ? കേരളത്തിലെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള, അശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയ, കരുവന്നൂർ ബാങ്കിലെ എന്താ പറയാ നിക്ഷേപങ്ങൾ അടിച്ചു മാറ്റിയ, ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിന്റെ മേലിന് കോടികൾ അടിച്ചു മാറ്റിയ, വയനാട്ടില് ആകെ ഒരു 80 കോടിക്ക് തീരാവുന്ന ഒരു പ്രോജക്റ്റ് 360 കോടിക്ക്, അതിന് 4 ഇരട്ടിക്ക് ഊരാളുങ്കലിൽ മറിച്ചു കൊടുത്ത, 2 വർഷം ഉണ്ടായിട്ടും അവിടുത്തെ ഈ പറയുന്ന ദുരന്ത ബാധിതരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ പറ്റാത്ത ഈ പിണറായിക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? പിണറായിക്ക് മിണ്ടാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ആരായി മാറും? വി മുരളീധരനായി മാറും. എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. പഴയ പോലെ LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF എന്ത് രസമായിരുന്നല്ലേ പണ്ട്. ഇനി അതല്ല, മൂന്ന് MLA മാർ. ഈ 3 MLA മാർ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. ഒന്ന് വി മുരളീധരൻ, പാർലമെന്റിൽ വളരെ കൃത്യമായി പാർലമെന്റ് പരിചയമുള്ള, പാർലമെന്റിൽ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ. രാജീവ് ചന്ദ്രശേഖറിലും പാർലമെന്റിൽ കത്തിക്കയറിയിരുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഈ പിണറായി പക്ഷത്തുള്ള അല്ലെങ്കിൽ ഈ LDF-ലുള്ള മുഴുവൻ ആൾക്കാർ ചേർന്നാലും ഇവരുടെ 10 മടങ്ങ് ശക്തിയുള്ള പ്രതിപക്ഷമാണ് BJP-യുടെ 3 പേര് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് കളി മാറുകയാണ്. അതിന്റെ ഒരു സൂചനയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും പരിഹാസ്യമായ ഒരു സമരം നടന്നു. പരിഹാസ്യം എന്നാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. എന്താണ് പരിഹാസ്യമായ സമരം? അതായത് ഈ മെയ് 15-ാം തീയതി KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം എന്ന് KC വേണുഗോപാൽ ഈ ഇലക്ഷൻ പ്രചാരണ സമയത്ത് KSRTC ബസ് കയറിയിട്ട് യാത്രക്കാരോടൊക്കെ പറഞ്ഞിരുന്നു, സ്ത്രീകളോട് പറഞ്ഞിരുന്നു 15-ാം തീയതി മുതൽ 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമല്ലോ, 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. അപ്പൊ തീർച്ചയായും ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭാ യോഗമൊക്കെ ചേർന്ന് തീരുമാനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ നടപ്പാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെ രമേശ് പിഷാരടി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരാണ് കേരള സമൂഹത്തോട് പറഞ്ഞത് 15-ാം തീയതി മുതൽ KSRTC-യിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞത്. പക്ഷേ ഇവരുടെ ഈ തമ്മിലടി മൂലം സത്യപ്രതിജ്ഞ വൈകി 11 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. സത്യപ്രതിജ്ഞ പോലും നടന്നിട്ടില്ല, മന്ത്രിസഭാ യോഗം ചേർന്നിട്ടില്ല. അപ്പോഴത്തേക്കാണ് BJP-ക്കാർ മഹിളാ മോർച്ചക്കാർ സംസ്ഥാനം വ്യാപകമായി KSRTC ബസ് കയറിയാണ് ഞങ്ങൾ പൈസ തരൂല, 15-ാം തീയതി മുതൽ ഞങ്ങൾക്ക് സൗജന്യ യാത്ര എന്ന് ആര് പറഞ്ഞതാണ്? UDF പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ്ട് ഇവർ സമരം തുടങ്ങി. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷം സമരം തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷം ഞങ്ങളാണ് എന്ന് BJP തെളിയിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പരിഹാസ്യമായ സമരമാണ്. ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്തുന്നു. അതായത് BJP-യെ അനുകൂലിച്ചിരുന്ന ഒരുപാട് പേര് പറയുന്നു BJP അങ്ങനെ, പ്രത്യേകിച്ചും BJP അല്ല, മഹിളാ മോർച്ചക്കാർ ഇങ്ങനെ ഒരു സമരം നടത്താൻ പാടില്ലായിരുന്നു. കാരണം KC വേണുഗോപാൽ പറഞ്ഞു 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായ മന്ത്രിസഭ സ്ഥാനമേറ്റിട്ടില്ല, അവരുടെ ആദ്യത്തെ മീറ്റിംഗ് നടത്തിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞാലല്ലേ ഈ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതല്ല അതിന്റെ പ്രായോഗികത. പക്ഷേ ഇവർ പറയുന്ന എന്താണ്? ഇവർ പറയുന്നതിൽ ന്യായല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ശരിയല്ലേ? ഇതൊക്കെ ജനങ്ങൾക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇവരെന്താ പറഞ്ഞത്? 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞു. ഇവർ പറഞ്ഞു ഇവര് ഭയങ്കര ഭൂരിപക്ഷത്തോടെ എന്ന് പറഞ്ഞാൽ 102 സീറ്റുകളോടെ ഇവരുടെ അധികാരത്തിലേറ്റുന്നു. ഇവരുടെ തമ്മിലടി കൊണ്ട് ഇതിങ്ങനെ നീണ്ടുപോയി എന്നുള്ളത് അല്ലെങ്കിൽ ഇവർ പറയേണ്ടിയിരുന്നു. 16-ാം തീയതി രാത്രിയിലും പറയേണ്ടിയിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു 15-ാം തീയതി മുതൽ സൗജന്യ യാത്രയാണ്, പക്ഷെ ഞങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി വൈകും, 15 എന്നുള്ളത് ഒരു 20 അല്ലെങ്കിൽ 25 എന്നുള്ള രീതിയിലേക്ക് മാറ്റണം എന്ന് ഇവർ പറഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായും ഈ മഹിളാ മോർച്ചക്കാരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അവർ സ്വാഭാവികമായി സമരം ചെയ്തു. പക്ഷേ ഞാൻ കരുതുന്നത് മഹിളാ മോർച്ചയുടെ സമരം എന്ന് പറയുന്നത് ഒരു സൂചനയാണ്.
ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന പുണ്ണാക്ക് ഒരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല. സി പി എം തീർന്നു. കേരളത്തിൽ സി പി എം തീർന്നിരിക്കുന്നു. പ്രതിപക്ഷത്ത് സി പി എം വട്ടപൂജ്യമാണ് എന്ന് ബി ജെ പി തെളിയിക്കുകയാണ്. ബി ജെ പിയിലെ വനിതകൾ തെളിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യു ഡി എഫിനെതിരായ അല്ലെ വി ഡി സതീശൻ സർക്കാരിനെതിരായ ആദ്യത്തെ സമരം ആരുടേതാണ്? മഹിളാ മോർച്ചയുടേതാണ്. പരിഹസിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണേ പരിഹസിക്കാം. ഈ 15-ാം തീയതി എന്ന് പറയുന്നത് ഇതായില്ലല്ലോ, സത്യപ്രതിജ്ഞ ആയില്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ എന്തിനു കാത്തിരിക്കേണ്ട കാര്യം? 15-ാം തീയതി എന്ന് പറഞ്ഞാൽ 15-ാം തീയതി ഇതെന്താ തമാശ കളിയാണോ? അപ്പൊ അവര് സ്വാഭാവികമായും പ്രതിഷേധ സമരം നടത്തി. അവര് ബസ് കയറി ടിക്കറ്റ് എടുത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ബി ജെ പി ആസൂത്രണം ചെയ്തതാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിൽ വി ഡി സതീശൻ സർക്കാരിനെതിരായ പ്രതിപക്ഷം എന്ന് പറയുന്നത് ആരാണ്? ബി ജെ പി ആണ്. അതല്ലാതെ ഈ മണൂണാഞ്ചന്മാരല്ല, സി പി എമ്മുകാരല്ല. സി പി എമ്മുകാർ എന്ന് പറയുന്ന പാർട്ടിന് ഇല്ല. കാരണം ഈ 52 വയസ്സ് കഴിഞ്ഞ് എണീറ്റ് നടക്കാൻ പറ്റാത്ത പിണറായി വിജയൻ എന്ത് പുണ്ണാക്ക് നടത്താനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാൾ ഇങ്ങനെ കൂലിപ്പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു വ്യവസ്ഥയായി കഴിയും. എന്ന് പറഞ്ഞാൽ എതിർക്കാനുള്ള വിമർശിക്കാനുള്ള കാര്യങ്ങളൊക്കെ ബി ജെ പിക്കാർ എന്ന് പറഞ്ഞാൽ വി മുരളീധരൻ തന്നെ ധാരാളമാണ് കേട്ടോ. വി മുരളീധരൻ തന്നെ മതി. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കൂടി ആയാൽ റെഡിയായി. പിന്നെ മൂന്നാമത്തെ ആൾ ഒരു പുതുമുഖ ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ഈ 3 പേര് മതി. സി പി എം വേണ്ട. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ പിണറായിയുടെ വീട്ടിൽ പോയി പിണറായിനെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കയ്യും പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടൊന്നും ഒരു രക്ഷപ്പെടലും ഉണ്ടാവില്ല. വി ഡി സതീശ ഓർമ്മ വേണം, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത് സി പി എം ആയിരിക്കില്ല, സി പി ഐ ആയിരിക്കില്ല. ആരായിരിക്കും? ബി ജെ പി ആയിരിക്കും എന്ന് ഓർത്ത് കളിച്ചോ സതീശ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പം വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 ഒന്ന് പാർട്ടിക്കുള്ളിലെ കാര്യം. പാർട്ടിക്കുള്ളിലുള്ള കാര്യങ്ങളൊക്കെ വി ഡി സതീശന് ഭംഗിയായി പരിഹരിക്കാൻ അറിയാം. രണ്ടാമത്തെ കാര്യമാണ് പ്രതിപക്ഷത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന്. പ്രതിപക്ഷത്തെ നേരിടുന്നതിൽ ആദ്യം തന്നെ വി ഡി സതീശൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം 15-ാം തീയതി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് നിങ്ങൾ പറഞ്ഞ വാഗ്ദാനം, കെ സി വേണുഗോപാൽ പറഞ്ഞ വാഗ്ദാനം, രമേശ് പിഷാരടി പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. അതിൽ നിങ്ങൾ ഈ ഇവിടുത്തെ സ്ത്രീകളോട് ക്ഷമ ചോദിക്കേണ്ടതാണ്. ഞങ്ങളെ മന്ത്രിസഭാ രൂപീകരണം ആയില്ലല്ലോ എന്ന വർത്താനം നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അങ്ങനെ വൈകി എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ പറയേണ്ടതായിരുന്നു 15 എന്നുള്ളത് നിങ്ങൾ 20-ലേക്ക് മാറ്റണമെന്ന് പറയേണ്ടതായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ബി ജെ പിക്കാർ സമരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ പ്രതിരോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത് വി ഡി സതീശൻ ഓർമ്മിച്ചോ, അടുത്ത് കേരളം ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും എന്നുള്ളതിന് സൂചനയാണ് ബി ജെ പി അല്ലെങ്കിൽ മഹിളാ മോർച്ച നടത്തിയെന്ന് തന്നെ ഞാൻ കരുതുന്നു. മൂന്നാമത് സതീശൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഇല്ലായ്മയാണ്. പക്ഷേ അവിടെയാണ് കെ എൻ ബാലഗോപാൽ വളരെ കൃത്യമായി പറയുന്നു 6000 കോടി ഖജനാവിലുണ്ട്. ഏതാ 6000 കോടി എന്ന് ദൈവത്തിനറിയില്ല. ഏതാ 6000 കോടി? ഇവിടെ പൂച്ച പറ്റി കിടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസ ഖജനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബാലഗോപാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നബാർഡിന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഇതൊക്കെ സാധാരണ സ്വാഭാവികമായും എല്ലാ ദിവസവും കേരളം ഇങ്ങനെ കടമെടുത്ത് മുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കെ എൻ ബാലഗോപാൽ. അങ്ങനെ കെ എൻ ബാലഗോപാൽ പോകാൻ പോകുന്ന അവസാന ആഴ്ചയിൽ എടുത്ത കടം വാങ്ങിയ പൈസ കുറച്ച് ബാക്കിയുണ്ട് അത്രേ. അതാ മൂപ്പര് പറയുന്നത്. എന്തോ മൂപ്പര വർത്താനം കണ്ടായിരിക്കും. ഇവിടെ എന്തോ കേരള സംസ്ഥാനം ഇവരിങ്ങനെ 10 വർഷം ഭരിച്ചിട്ട് ഇവരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവരുടെ റവന്യൂ വരുമാനമാണ് ഈ 4000 കോടി അല്ലെങ്കിൽ 6000 കോടി എന്നൊക്കെയാണ് പറയുന്നത് എന്നാണ് ഇവരുടെ വർത്താനം കേട്ട മനസ്സിലാക്കുക. ഇവർ പറയുന്ന 6000 കോടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ പൈസ എന്ന് പറയുന്നത് ഇവര് കടം വാങ്ങിയ പൈസയാണ്. അല്ലാതെ എവിടുന്ന് കിട്ടാന്ന്? ഇവര് കടം വാങ്ങിയ പൈസ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനാണ് ഇന്നത്തെ ദേശാഭിമാനിയിലുണ്ട് എന്താ പറയാ, ആന്റണിയുടെ പ്രസ്താവന വസ്തുത അറിയാതെ കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രെന്ന പറയുന്നത് ആര്? കെ എൻ ബാലഗോപാൽ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ് എന്നും ഇതേക്കുറിച്ച് എ കെ ആന്റണി നടത്തിയ പ്രസ്താവന പൂർണ്ണമായും തെറ്റാണെന്നും മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കൃത്യമായ കണക്കുകളുടെ അഭാവം ആന്റണിയുടെ നിരീക്ഷണത്തിലുണ്ട്. മാർച്ച് 31 എല്ലാ പേയ്മെന്റുകളും പൂർത്തിയാക്കിയ ശേഷം പറഞ്ഞ കടയായിരിക്കും എല്ലാ പേയ്മെന്റുകളും പൂർത്തിയാക്കിയെന്ന്. കുടിശ്ശികങ്ങളുടെ കോടികളുടെ കുടിശ്ശിക, സപ്ലൈകോയിൽ കുടിശ്ശിക, കർഷകർക്ക് കൊടുക്കാനുള്ളത്, കരാറുകാർക്ക് കൊടുക്കാനുള്ളത്, മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ളത്, എന്താ പറയാ ക്ഷേമനിധി ബോർഡിൽ കൊടുക്കാനുള്ളത്, സ്കൂളിലെ പാചക തൊഴിലാളികൾ കൊടുക്കാനുള്ളത്, കുട്ടികൾക്ക് സ്കോളർഷിപ്പിന്റെ പൈസ കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ കോടികൾ കുടിശ്ശിക വരുത്തിക്കൊണ്ട് മൂപ്പര് ഉൾപ്പുമാനില്ലാതെ പറയാണല്ലോ. മാർച്ച് 31 എല്ലാ പേയ്മെന്റുകളും പൂർത്തിയാക്കിയ ശേഷം 4000 കോടി
രൂപ ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്നു. ഇത് സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ് പറയുന്നത്. ഒരു കടമായി കൊണ്ടെത്ത പൈസ അത് സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണത്ര. എന്റെ ബാലഗോപാല, ഇനി മതിയാക്കടോ എണ്ണ തേക്കല്, അത് കഴിഞ്ഞില്ലേ. ഇനി നിങ്ങളെ തള്ളുകൊണ്ടൊരു കാര്യമില്ലാന്നേ. നിങ്ങൾ തള്ളി 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 എന്നിട്ട് എന്തായി? ആണ്ടുപോയില്ലേ. ഇനിയും ഇങ്ങനെ തള്ളണോ? ദയവായിട്ട് ഒന്ന് ഇനി തള്ളലേക്കൊന്ന് മതിയാക്കിയിട്ട് ഒന്ന് മിണ്ടാതിരിക്കും മോനെ. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ന് മറ്റു പത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ ഡോക്ടർ ബി എ പ്രകാശ് എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ മുൻ അധ്യക്ഷനാണ്. ബി എ പ്രകാശ് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ധനനയം അടിമുടി പൊളിച്ചെഴുതണം, നഷ്ടത്തിലുള്ള വാണിജ്യ സ്വഭാവ സ്ഥാപനങ്ങൾ സർക്കാർ സർവിൽ വേണമെന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത് അറിയോ? ഒരു വർഷം മാത്രം 262 തവണയായി ദൈനംദിന ചെലവുകൾക്കായി റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന പണം അഡ്വാൻസായി എടുത്ത തുക 90,163 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ കടമെടുപ്പ്, എല്ലാ ദിവസവും കടമെടുത്ത് മുടിയുന്നൊരവസ്ഥയാണ് ഡോക്ടർ ബി എ പ്രകാശ് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പുതിയ സർക്കാരിനോട് അദ്ദേഹം പറയുന്നു എങ്ങനെയൊക്കെയാണ് ധനകാര്യ മാനേജ്മെന്റ് പുനഃസംഘടിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ കെ എൻ ബാലഗോപാല് ഇങ്ങനെ എന്താ പറയാ, ഈ തള്ളിയിട്ട് ഒരു കാര്യമില്ല. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം പാപ്പരായ സംസ്ഥാനം, അല്ലെങ്കിൽ പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു ഖജനാവാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 4000 കോടി എന്ന് നിങ്ങൾ പറയുന്ന പൈസ എന്ന് പറഞ്ഞാൽ കടമായ പൈസയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 4000 കോടിയുടെ 100 ഇരട്ടി, ഇത് അതിശോക്തിയല്ല, 100 ഇരട്ടി അത്രയും തുക നിങ്ങൾ പലർക്കും കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ചിട്ട് കടം കയറി മുടിഞ്ഞ ഒരു സംസ്ഥാനത്തെയാണ് വി ഡി സതീശന്റെ കയ്യിലേക്ക് കൊടുത്തത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സതീശനറിയാം, സതീശനെക്കാൾ നന്നായിട്ട് ഇവിടെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ബാലഗോപാല, ഇനിയും കള്ളത്തരം പറഞ്ഞ് നാറാൻ നിൽക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾ നാറി അങ്ങേ അറ്റത്ത് നാറി കഴിഞ്ഞു. ഇനിയും നാറാൻ നിൽക്കരുതേ എന്ന് മാത്രമേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. വി ഡി സതീശ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് LDF അല്ല, അതിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനല്ല, BJP ആണ്, വി മുരളീധരനാണ്, രാജീവ് ചന്ദ്രശേഖറാണ്. ഓർത്ത് മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.